നിലവിലെ നിയമങ്ങളെല്ലാം വ്യാപാരികൾക്ക് അനുകൂലമല്ലാത്ത രീതിയിലാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ പുതുതായി ബിൽഡിംഗ് ടാക്സ്, ബിൽഡിംഗ് ഓണർമാർക്ക് വന്ന GST, ഇതിന്റെയും തിക്തഫലം അനുഭവിക്കേണ്ടത് വ്യാപാരി തന്നെയാണ്. അത്തരം നിയമങ്ങളിലൂടെ കോർപ്പറേറ്റുകൾക്ക് സഹായകമായ നിയമങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന ഒരു സംവിധാനമാണ് വിവിധ സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളത് കൂടി ഈ ഒരു കൺവെൻഷന്റെ ഉദ്ദേശമാണ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യാപാരികളിൽ നിന്ന് കൃത്യമായി ലൈസൻസ് ഫീസും മറ്റുള്ള ടാക്സുകൾ പിരിച്ചുകൊണ്ട് അവർ ഞങ്ങൾക്ക് ലൈസൻസ് തരും. എന്നാൽ ഞങ്ങൾ വ്യാപാരം ചെയ്യാൻ റൂമുകളെടുത്ത് വ്യാപാര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നിയമ പരിരക്ഷയും ഇല്ലാതെ ഒരു തെരുവോര കച്ചവട മാഫിയകൾ തെരുവുകൾ അടക്കി വാഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ഞങ്ങളുടെ കച്ചവടത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അത്തരം തെരുവോര കച്ചവടങ്ങൾക്കെതിരെ ഒരു നിയമ നടപടികളും എടുക്കാൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളോ തയ്യാറാവുന്നുണ്ട്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരുവോര കച്ചവടക്കാർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ അവർക്കൊരു പ്രത്യേക സ്ഥലം ഒരുക്കിക്കൊണ്ട് അവർക്ക് കച്ചവടം ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല അവർക്കുണ്ട്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അത്തരം ഒരു സംവിധാനം പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അനുവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇവർ ഈ തെരുവോരങ്ങളിൽ ഇറങ്ങി കച്ചവടം ചെയ്യും. എന്നാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇത്തരം ലൈസൻസ് എടുത്ത ആളുകളല്ല കച്ചവടം ചെയ്യുന്നത്. ഇവര് ഒരു മാഫിയയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പണിക്കാരാണ്. ഇവർ ഗൂഡ്സ് ഓട്ടോറിക്ഷകളിലും മറ്റും കൊണ്ടുവന്ന് തെരുവോരത്തിലെ ട്രാഫിക് ബ്ലോക്കും മറ്റ് നിയമങ്ങളും പാലിക്കാതെ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം വ്യാപാരികൾ ഇത്തരം ഈ തെരുവോര കച്ചവടങ്ങൾ വ്യാപാരം ചെയ്യുന്നത്. അതിനൊന്നും നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാവുന്നില്ല. അത് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. ആരോടും കച്ചവടം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ ലൈസൻസുകൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വ്യാപാരം ചെയ്യുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇത്തരം വ്യാപാരങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള പ്രതിഷേധമുണ്ട്. ഇവർക്ക് ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെ ഇവരെ തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ് സംഘടനയ്ക്ക് പറയാം. നമുക്കറിയാം, തെരുവോര കച്ചവടക്കാര് വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നത് വളരെ ക്വാളിറ്റി കുറഞ്ഞ, ഇപ്പോൾ പഴം ഫ്രൂട്ട്സ് മേഖലയിലാണ് ധാരാളം തെരുവോര കച്ചവടങ്ങൾ ഉണ്ടാകുന്നത്. അതായത് വലിയ ഹോൾസെയിലുകളിൽ നിന്നും തള്ളുന്ന ഏകദേശം ക്വാളിറ്റി കുറഞ്ഞ പഴകിയ ഫ്രൂട്ട്സ് ആണ് ഇവർ ഇത്തരത്തിൽ കൊണ്ടു വിൽക്കുന്നത്. അവർക്ക് കസ്റ്റമേഴ്സിന്റെ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അവർ ഇന്നൊരു സ്ഥലത്ത് വെച്ച് നിൽക്കും, നാളെ വേറെ സ്ഥലത്ത് വെച്ചു. ഞങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് നിരന്തരം ഞങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് കൃത്യമായി നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു വ്യാപാരിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പാലിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. മേഖലയിൽ തെരുവോരം കച്ചവടം ചെയ്യുന്ന ഗൂഡ്സ് ഓട്ടോറിക്ഷകളിൽ നിരോധിതമായ പ്ലാസ്റ്റിക് കവറുകളിലാണ് ഇവർ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിർഭാഗ്യവശാൽ അത്തരം ഒരു സാധനം കണ്ടെത്തി കഴിഞ്ഞാൽ 25,000 രൂപ വരെ ഫൈൻ ഈടാക്കുന്ന അവസ്ഥ മണ്ണാർക്കാട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. മാത്രമല്ല, ഇതിന്റെ സമയം 5 മണിക്ക് ശേഷമാണ് മിക്കവാറും തെരുവോര കച്ചവടങ്ങൾ വരുന്നത്. ഓഫീസ് ടൈം കഴിഞ്ഞിട്ടാണ്. ഓഫീസ് ടൈമിൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് വരുന്നുണ്ട്. പ്രധാന പ്രശ്നമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ വിലയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ കടയിലൊരു ഉള്ളിക്ക് 30 രൂപയാണെങ്കിൽ ഇവരുടെ പോസ്റ്റ് വെച്ചാൽ 3 കിലോ 100 രൂപയാണ്. കേൾക്കുന്നവർക്ക് ലാഭമുള്ള തോന്നും. ആക്ച്വലി 10 രൂപ കൂടുതലാണ് വരുന്നത്. പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. തീരെ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ട്സുകളാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ മാഫിയ ആയി മാറിയിരിക്കുകയാണ്. പണ്ട് കുടിൽ വ്യവസായത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് വിൽക്കുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. എല്ലാ പ്രൊഡക്റ്റുകളും വണ്ടികളിൽ കൊണ്ട് എത്തി കൊടുക്കുകയും വരും. അതിന് ആൾക്കാരെ, തമിഴിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഇത് കച്ചവടം അതാണ് ഒരു മാഫിയ. അപ്പൊ നമ്മളൊക്കെ പല പ്രാവശ്യവും പഞ്ചായത്തിനോട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ പഞ്ചായത്ത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ആ അനൗൺസ്മെന്റ് നിർത്തിക്കുന്ന തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ അവിടെ നടക്കാറുണ്ട്. നമ്മൾ ഒരു കച്ചവടക്കാരൻ ഒരു കാർട്ടൂൺ ഒന്ന് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഭീമമായ തുക ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരൊക്കെ ഫൈൻ അടപ്പിക്കുന്നുണ്ട്. എന്നാൽ 7 മണിക്ക് ശേഷം മണ്ണാർക്കാട് പരിസര പ്രദേശങ്ങളിലെ അരങ്ങറ്റൂരെ കോട്ടോപ്പാടം പോലെ ടൗണുകളിൽ വരുന്ന വഴിയോര കച്ചവടക്കാർക്ക് ഒരു തരത്തിലുള്ള ഫൈനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഇത് ഉദ്യോഗസ്ഥർ 5 മണി കഴിഞ്ഞാൽ അവരുടെ ജോലി കഴിഞ്ഞ് പോകുന്ന ഒരു അവസരം, അത് കഴിഞ്ഞിട്ട് എന്തോ ആയിക്കോട്ടെ ടൗണുകളിൽ വരുന്ന ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഇത്
ഇതുമായി ബന്ധപ്പെട്ട് യുവാക്കൾക്ക് വരെ സ്വയം പര്യാപ്തരായി സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന യുവാക്കൾക്ക് വരെ കച്ചവടം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി കേരളത്തിൽ ഉടനീളം യുവാക്കളെ കൂട്ടിനെക്കൊണ്ട് യൂത്ത് വിംഗ് കൺവെൻഷനുകൾ സംഘടിപ്പിക്കുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നതിലുപരിയായി വലിയ രീതിയിലുള്ള സർക്കാരുകൾക്കെതിരെയുള്ള